ബൈബിളിലെ കുരിശുദ്ധങ്ങളെ കുറിച്ച്, ക്രൂസൈഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് ഇസ്ലാമിക ആധിപത്യത്തിന് കീഴിൽ പെട്ടുപോയ പുണ്യനഗരങ്ങളെ മോചിപ്പിക്കണമെന്ന് വിചാരിച്ച് യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് ഒരുപാട് ആക്രമണങ്ങൾ നടത്തി. അതിന്റെ ഭാഗമായിട്ട് അവരുടെ ആക്രമണങ്ങൾ ഗ്രീസിലേക്കും കടന്നു ചെന്ന്. അപ്പോഴാണ് ഗ്രീക്കുകാരുടെ സയന്റിഫിക് നോളജിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള അവസരം അവർക്ക് കിട്ടിയത്. അപ്പോൾ ആ ശാസ്ത്രീയ അറിവുകളും ആ ഗ്രന്ഥങ്ങളും ഒക്കെ അവർ യൂറോപ്പിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ യൂറോപ്യന്മാര് ഗ്രീക്കുകാരുടെ അറിവിന്റെ ആ അടിസ്ഥാനം, ആദ്യത്തെ അടിസ്ഥാന അറിവ്, സയൻസിന്റെ അടിസ്ഥാന അറിവ് ഗ്രീസിൽ നിന്നാണ്. അത് മുഴുവൻ യൂറോപ്യന്മാരിരുന്ന് പഠിച്ചു. അങ്ങനെ യൂറോപ്പുകാര് ആ സയൻസിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ അറിവ് യൂറോപ്പ് മുഴുവനും വ്യാപിപ്പിച്ചു. ആ യുക്തിസഹമായ, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിമുക്തമായ ഗ്രീക്കുകാരുടെ ശാസ്ത്രീയ അറിവുകള് യൂറോപ്യന്മാരെ മുന്നോട്ട് കൊണ്ടുപോയതിന്റെ ഫലമായിട്ട് ശാസ്ത്രം പുരോഗമിക്കുകയാണ്. പ്രപഞ്ച സത്യങ്ങളെ കുറിച്ച് യൂറോപ്യന്മാർക്ക് കുറച്ചുകൂടി വ്യക്തത വരികയാണ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതാണ് അതിനകത്ത്. ഇനി മധ്യകാല ഘട്ടത്തെ കുറിച്ചാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. മിഡിൽ ഏജ് എന്താണ്? മധ്യകാലഘട്ടം പലപ്പോഴും പരീക്ഷയ്ക്ക് മിഡിൽ ഏജിനെ കുറിച്ച് ചോദ്യം വരാറുണ്ട്. ലോകത്തിന്റെ ചരിത്രത്തിലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വലിയ സവിശേഷത ഫ്യൂഡലിസം പോലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ രൂപപ്പെട്ടു എന്നുള്ളതാണ്. അത് യൂറോപ്യൻ മിഡിൽ ഏജസ് തീർച്ചയായിട്ടും ഫ്യൂഡലിസം ആണ്. ഫ്യൂഡൽ പ്രഭുവിന്റെ ഒരു ഫ്യൂഡൽ കാസിൽ അഥവാ കോട്ട, ആ കോട്ടയില് ഫ്യൂഡൽ പ്രഭു താമസിക്കും. അയാളുടെ കീഴില് നൈറ്റ്സ് എന്ന് പറയുന്ന യോദ്ധാക്കന്മാരെ, അതുപോലെ തന്നെ അടിമത്തം നിന്നുപോയി. ഈ റോമ സാമ്രാജ്യത്തിന്റെ ആധിപത്യമൊക്കെ അവസാനിച്ചതോടുകൂടി, റോമൻ ചക്രവർത്തിമാരൊക്കെ അധപ്പതിച്ചതോടുകൂടിയിട്ട് അടിമത്തമൊക്കെ നിന്നുപോയി. പിന്നീട് എന്ത് ചെയ്യാണ്? രാജാവ് ഭരണവും അവസാനിച്ചു. രാജാക്കന്മാർക്കും കരുത്തില്ലാണ്ടായി. ദുർബലരായ രാജാക്കന്മാരെ കൊച്ചു കൊച്ചു പ്രദേശങ്ങൾ ഓരോരോ പ്രഭുക്കന്മാരെ ഏൽപ്പിക്കാൻ തുടങ്ങി. അതാണ് പ്രഭുക്കന്മാരുടെ കീഴിലുള്ള പ്രഭുഭരണമാണ് ഈ ഫ്യൂഡലിസം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ആ പ്രഭുക്കന്മാർക്ക് ഓരോ ചെറിയ ചെറിയ കോട്ടയുണ്ടാവും. യുദ്ധം വരുമ്പോൾ, ഒരു എമർജൻസി വരുമ്പോൾ പ്രഭുക്കന്മാരോട് രാജാവ് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ എല്ലാ പ്രഭുക്കന്മാരും കൂടി ചേർന്ന് രാജാവിനെ സഹായിക്കാൻ ചെല്ലും. അങ്ങനെ അവരുടെ സൈന്യമൊക്കെ ആയിട്ട് ചെല്ലും. അങ്ങനെയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി ചെല്ലുന്നത്. അല്ലാണ്ട് രാജാവ് സ്ഥിരമായിട്ട് സൈന്യത്തെ നിർത്താനുള്ള ശേഷിയൊന്നും യൂറോപ്പിലെ രാജാക്കന്മാർക്ക് ഇല്ലാതായി തീർന്ന ഒരു കാലഘട്ടം. അങ്ങനെ യൂറോപ്യൻ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മധ്യകാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ ഈ 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മധ്യകാലഘട്ടം, മിഡിൽ ഏജ് എന്ന് നമ്മൾ, മിഡീവൽ പീരീഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മിഡിൽ ഏജ് എന്നല്ല, സോറി, മിഡീവൽ പീരീഡ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ, ഈ 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള ഈ മിഡീവൽ പീരീഡിലാണ് മതം മനുഷ്യ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറുന്നത്. റിലീജിയൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ലൈഫിന്റെ ഒരു സെന്റർ പോയിന്റ് ആയിട്ട് മാറുന്നത് ഈ മധ്യകാലഘട്ടത്തിലാണ്. എല്ലാ പഠന രംഗങ്ങളെയും മതം കണക്ട് ചെയ്തു. കലാകാരന്മാർ ആ കാലഘട്ടത്തില്, ഈ മധ്യകാലഘട്ടത്തിലെ കലാകാരന്മാർ മതപരമായ ചിത്രങ്ങൾ മാത്രം വരയ്ക്കുന്നതിൽ താല്പര്യം കാണിച്ചു. കവികള് മതപരമായ ഗാനങ്ങളും കവിതകളും ഒക്കെയാണ് എഴുതി പോകുന്നത്. അതുപോലെ തന്നെ എന്ത് സാഹിത്യം എഴുതിയാലും അതെല്ലാം യൂറോപ്പിന്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പറയുന്നത്. യൂറോപ്പിലെ കൂടുതലും ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് മതപരമായ സാഹിത്യം എന്ന് പറയുമ്പോൾ ബൈബിളിനെ ചുറ്റിപ്പറ്റിയുള്ള സാഹിത്യം. ഇനി ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഇതൊക്കെ മനുഷ്യനുണ്ട്. അതിന്റെ പരിഹാര മാർഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് സയൻസ് ഒന്നും കണ്ടുപിടിക്കപ്പെട്ടില്ല. എക്കണോമിക്സ് പോലുള്ള ശാസ്ത്രമൊന്നും വിജയിച്ചില്ല, അഥവാ ഡെവലപ്പ് ചെയ്തില്ല. പകരം മനുഷ്യ ജീവിതത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ദൈവനിശ്ചയം ആണ് എന്ന് ജനങ്ങൾ കരുതി. ഓക്കെ, അപ്പൊ സാമ്പത്തിക ശാസ്ത്രം കണ്ടുപിടിച്ചത് കൊണ്ട് മനുഷ്യ ജീവിതത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒന്നും മാറുന്നില്ല. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നീതിപരമായ വില എന്നൊരാശയം മധ്യകാല പണ്ഡിതന്മാരുടെ സംഭാവനയാണ്. അതായത് ജസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അന്യായ വില അല്ല, ന്യായവില എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എന്തിനും വില വാങ്ങിക്കാം. പക്ഷെ വില വാങ്ങിക്കുമ്പോൾ അതിലൊരു നീതിയുടെ എലമെന്റ് ഉണ്ടായിരിക്കണം. അതിന് ആ വില ചുമത്തിയതിന്റെ പിന്നിൽ ഒരു നീതി ഉണ്ടാവണം. പിന്നെ അന്നത്തെ കാലത്ത് ഈ ഫ്യൂഡലിസത്തിന്റെ കാലമൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള ഈ മധ്യകാലഘട്ടത്തിലെ, യൂറോപ്യൻ മധ്യകാലഘട്ടത്തിലെ പ്രത്യേകതകൾ ഓരോന്ന് ഓർത്ത് വെക്കണം. അതായത് മതം മനുഷ്യ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയെന്ന് എഴുതാൻ മറക്കരുത്. മധ്യകാലഘട്ടത്തെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നാൽ. 2, കലാകാരന്മാർ മതപരമായ ചിത്രങ്ങൾ വരച്ചു, കവികൾ ഗാനങ്ങൾ എഴുതി, കാവ്യങ്ങൾ രചിച്ചു, സാഹിത്യം എല്ലാം ബൈബിളിനെ ചുറ്റിപ്പറ്റി,
മനുഷ്യ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ദൈവനിശ്ചയം, ഗോഡ്സ് ഡെസ്റ്റിനി എന്ന് നിശ്ചയിക്കപ്പെട്ടു ഇല്ലേ. അതുപോലെ തന്നെ ജസ്റ്റ് പ്രൈസ് എന്ന ആശയവും മധ്യകാല പണ്ഡിതന്മാരുടെ സംഭാവനയായിരുന്നു. പലിശ ഈടാക്കുന്നത് തെറ്റാണ് എന്ന് അന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാര് കരുതിയിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. പലിശ ഈടാക്കുന്നത് ഒരു വലിയ തെറ്റാണെന്ന് മധ്യകാല പണ്ഡിതന്മാര് കരുതിയിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള ഈ മധ്യകാലഘട്ടത്തില് വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മധ്യകാലഘട്ടത്തിന്റെ നമുക്ക് നവോത്ഥാനം എന്ന് പറഞ്ഞൊരാശയം ഉണ്ടായി. ചരിത്രത്തിൽ നവോത്ഥാനം എന്താണ്? റിനൈസൻസ് എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. നവ ഉത്ഥാനം, ഉത്ഥാനം എന്ന് വെച്ചാൽ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ്. നവം എന്ന് പറഞ്ഞാൽ പുതിയതാണ്. അപ്പൊ പുതിയ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായി എന്ന്. എങ്ങനെയാണ് ആ പുതിയ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഇത്ര നാൾ യൂറോപ്പിന് ചെറിയ പുരോഗതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗ്രീക്കുകാരുടെ ആ ഗ്രന്ഥങ്ങൾ പഠിച്ചപ്പോ അവർക്ക് വലിയൊരു ഉയർത്തെഴുന്നേൽപ്പാണ് ഉണ്ടായത്. അന്ധവിശ്വാസങ്ങളിൽ നിന്നും മണ്ടത്തരങ്ങളിൽ നിന്നുമൊക്കെ യൂറോപ്യൻ ജനത ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പൊ ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിൽ അവർ വലിയ താല്പര്യവും ഉണ്ടായി. അങ്ങനെ ശാസ്ത്രീയ അവബോധം ഉണ്ടായി. ഇതാണ് യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ നവോത്ഥാനം എന്ന് പറയുന്നത് ഈ ഗ്രീക്ക് ഗ്രന്ഥങ്ങളിലൂടെ എല്ലാ രീതിയിലും ബുദ്ധിപരമായ ഉണർവ് യൂറോപ്പിന് കിട്ടിയതാണ്. യൂറോപ്യൻ സാഹിത്യം മാറി, യൂറോപ്യൻ കലയ്ക്ക് മാറ്റമുണ്ടായി. പള്ളിയെ കേന്ദ്രീകരിച്ചുള്ള ചർച്ച് സെന്റേഡ് ആയിരുന്ന ആ ഒരു കലയും സാഹിത്യമൊക്കെ പതിയെ പതിയെ കുറെ കൂടെ സെക്കുലറായ മതനിരപേക്ഷമായ രീതിയിലേക്ക് മാറി. മധ്യകാലഘട്ടത്തിന്റെ അവസാനത്തോടെയാണ് ഈ പ്രവണത കണ്ടു തുടങ്ങിയത്. നമ്മൾ പറഞ്ഞ 5 മുതൽ 15 വരെ മധ്യകാലഘട്ടമായിട്ട് കണക്കാക്കാം. പക്ഷെ അതിന്റെ എൻഡില് നമുക്ക് കാണാം ഈ 14-15 കാലഘട്ടങ്ങളിലൊക്കെ മധ്യകാലഘട്ടത്തിന്റെ അവസാനമാണ്. അപ്പോ മതപരമായ സമീപനം മാത്രം പോരാ, കുറച്ചൊക്കെ യുക്തിപരമായ സമീപനം വേണം എന്ന് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു യുക്തിപരമായ സമീപനം വേണമെന്ന് വാദിക്കുന്നവരും മതപരമായ സമീപനത്തിൽ തന്നെ നിൽക്കണമെന്നുള്ളവരും തീർച്ചയായിട്ടും ഉണ്ടായി. ശക്തമായി ഇവര് തമ്മിലുള്ള വലിയ ഡിഫറൻസ്, അഭിപ്രായ വ്യത്യാസം, വിയോജിപ്പ് അവിടെ ഉണ്ടായി. അതായത് അല്ലെ, മതത്തിന് പ്രാധാന്യം കൊടുത്തേ മതിയാവും എന്ന് പറയുന്നവരും മതത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് യുക്തിപരമായിട്ടുള്ള ശരിയായ റാഷണൽ തോട്ടാണ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഉണ്ടായി. അങ്ങനെ എന്തായാലും മതത്തിന് മുകളിൽ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ, അതായത് ഈ മധ്യകാലഘട്ടത്തിന്റെ അവസാനം 14-15 നൂറ്റാണ്ടിലോട് എത്തുമ്പോൾ യുക്തിക്ക് പ്രാധാന്യം വില കൂടുന്ന ഒരു കാലഘട്ടം നമ്മൾ കാണുകയാണ്. അപ്പൊ മതത്തിന്റെ മുകളില് യുക്തി കയറിപ്പറ്റുകയാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണോ, നിങ്ങൾക്കത് തെളിയിക്കാനാവുമോ എന്നൊക്കെ തുടർച്ചയായി ചോദിച്ചുകൊണ്ടേയിരുന്നു. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ മതം പറയുന്നത് എന്താണ്? നിങ്ങൾ തെളിയിക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് അതിന് തെളിവ് തരാൻ സാധിക്കില്ല, നിങ്ങളിത് കണ്ണും പൂട്ടി വിശ്വസിച്ചേ മതിയാവൂ എന്നാണ് മതം പറയുന്നത്. അങ്ങനെ മതം പറയുന്നതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ തയ്യാറല്ലാത്ത, തെളിവ് ചോദിക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ടാകുന്നത് ഈ മധ്യകാലഘട്ടത്തിന്റെ എൻഡിലാണ്. അതേസമയം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതപരമായ സമീപനത്തിന് പ്രത്യേകിച്ചൊന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ കാരണം അതാണ്, കണ്ണടച്ച് വിശ്വസിക്കുക എന്നത് മാത്രമാണ്. മതം പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്, തെളിവ് ആവശ്യമില്ലാത്ത ഒന്നാണ് മതം പറയുന്ന എല്ലാ കാര്യങ്ങളും. ഏതായാലും നവോത്ഥാനം അഥവാ റിനൈസൻസ് ജനമനസ്സുകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി. യുക്തിപരമായ ചിന്താഗതി കൂടുതൽ ശക്തിയാർജിച്ചു. റിനൈസൻസിന്റെ കാലത്ത് അറിവിന്റെ പ്രചാരണത്തിൽ യുക്തിപരമായ സമീപനം മതത്തെ മറികടക്കുകയാണ്. അറിവിന്റെ പ്രചാരണത്തില് യുക്തിപരമായ സമീപനം മതത്തെ മറികടന്നു. കാലക്രമേണ അറിവിന്റെ വിവിധ മേഖലകൾ യുക്തിപരമായ രീതിയിൽ രൂപം പ്രാപിച്ചു. ഇപ്രകാരമാണ് സാമൂഹ്യശാസ്ത്രങ്ങളെല്ലാം ആരംഭിച്ചത്. ഇപ്രകാരമാണ് സാമൂഹ്യശാസ്ത്രങ്ങൾ, ചോദ്യം നമുക്കിപ്പോൾ മനസ്സിലായി അല്ലെ. ഹൗ ഡിഡ് സോഷ്യൽ സയൻസസ് ഇവോൾവ് എന്ന ഒറ്റ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് കേട്ടോ. അപ്പൊ യൂറോപ്പിലെ സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തില് യുക്തി മതത്തെ മറികടന്നതാണ്. ചർച്ച് സെന്റേഡായ അല്ലെങ്കിൽ റിലീജിയൻ സെന്റേഡായ ഒരു ചിന്താധാരയെ മാറ്റിമറിച്ചുകൊണ്ട് യുക്തി അഥവാ റാഷണാലിറ്റി അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ അതിലധിഷ്ഠിതമായ ഒരു ചിന്താധാര ഉണ്ടായി വന്നു. അങ്ങനെയാണ് ഈ സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ ഉത്ഭവം പ്രധാനമായിട്ടും എപ്രകാരമാണ്, ഈ രീതിയിലാണ്. സാമൂഹ്യശാസ്ത്രങ്ങളുടെ ഉത്ഭവം പ്രധാനമായും തത്വശാസ്ത്രത്തിൽ നിന്നായിരുന്നു. ഫിലോസഫി ആണ് പിന്നീട് ഈ സോഷ്യൽ സയൻസിന്റെ ഒക്കെ തുടക്കം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫിലോസഫിയിൽ നിന്ന് രൂപപ്പെട്ടു വന്നു ഈ സോഷ്യൽ സയൻസസ് എന്നർത്ഥം.